കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് നീളുന്ന സംസ്ഥാന പാത, സദാസമയവും അതിവേഗത്തിലോടുന്ന വാഹനങ്ങൾ, കോട്ടൂർ വളവിലെ നിത്യകാഴ്ചകൾ ഇതെല്ലാമാണ്. ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പേർക്ക്. ജീവൻ പൊലിഞ്ഞവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും. നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നാട്ടുകാർക്കെന്നും നടുക്കമാണ്. ഒരു ദിവസം തന്നെ 2-3 വണ്ടി ഒരേ സമയം, ബസ്, ലോറി, അത് സ്പീഡുണ്ടോ അത് അല്ലാതെ റോഡിന്റെ പ്രശ്നം കൊണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എപ്പോഴും ഇങ്ങനെ രാത്രി പോലും അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഞങ്ങൾ കുറേ പറയുന്നുണ്ട് റോഡ് ശരിയാക്കണം, ഇല്ലെങ്കിൽ അതിന് വേണ്ട സേഫ്റ്റി മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോർഡ് വെക്കണം എന്നല്ല കുറേ സാധനം വെച്ചിട്ടുണ്ട്. പിന്നെയും വണ്ടി ഇങ്ങനെ തന്നെ മറിയുന്നല്ലാണ്ട് അതിൽ യാതൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് പിന്നിലെങ്കിലും നാട്ടുകാരിൽ ഒരു വിഭാഗം വിശ്വസിച്ചത് അതിനു പിന്നിൽ കല്ലുരുട്ടി മൂർത്തിയുടെ ദൃഷ്ടിയാണെന്നാണ്. അവരുടെ ദൃഷ്ടാന്തങ്ങൾക്ക് ശക്തി പകരാൻ അവരടുത്തുള്ള ദൈവസ്ഥാനത്തെ കൂട്ടുപിടിച്ചു. ഒരു കാലത്ത് ഈ പാതയിലൂടെയുള്ള രാത്രിയാത്രകൾ സഞ്ചാരികളെ സംബന്ധിച്ച് പേടി സ്വപ്നമായി മാറി. കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുമാണ് ഇവിടെ. ഭാരമേറിയ ലോഡുമായി വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് വളവ് തിരിയുമ്പോൾ നിയന്ത്രണം വിടുന്നതാണ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം. ഏറ്റവും കൂടുതൽ ഈ റോഡിൻ്റെ അവസ്ഥ അറിയാത്ത വണ്ടികളാണ് ഇവിടെ ആക്സിഡൻ്റ് ആയാലും കൂടുതലും. അവർ പെട്ടെന്ന് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടാത്തതും അല്ലെങ്കിൽ ലോഡ് പെട്ടെന്ന് സ്പീഡ് കുറയാത്തതുകൊണ്ട് അതാണ് ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെച്ച് ഒന്നിക്കിലോ അവിടെ ഒരു ദിശ എന്തെങ്കിലും ബോർഡ് വെക്കുക, അല്ലെങ്കിൽ മറ്റേ ഹമ്പ് ഇടുക, അതൊക്കെ ഡ്രൈവർമാർക്ക് എന്തെങ്കിലും സൂചന കൊടുക്കുന്ന ഒരു അടയാളം വെക്കുക രണ്ട് സൈഡ്. രാത്രികളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. ഇവിടെ സ്ഥാപിച്ച തെരുവിളക്ക് പേരിന് മാത്രമായി കിടക്കുകയാണ്. ഈ ഇരുട്ടുമൂടിയ പരിസരത്ത് തെരുവിളക്കുകൾ സ്ഥാപിച്ചാൽ തന്നെ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. കാത്തിരുന്ന് റോഡ് വികസനം സാധ്യമായതോടെ ഇവിടെ അപകടങ്ങളും കുറഞ്ഞു. അതോടെ അന്ധവിശ്വാസങ്ങളും അത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ ഉള്ളിൽ നിന്നും പതിയെ മറഞ്ഞു തുടങ്ങി. കോട്ടൂർ വളവിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.